വിദേശികൾക്ക് അനുകൂലമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. കാനഡയിൽ താമസിക്കുന്ന വിദേശികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം PR ലഭിക്കാൻ താമസിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അതിനുള്ള പരിഹാരം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിന് കീഴിലാണ് PR-ന് അപേക്ഷ ക്ഷണിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് കാനഡ വിദേശികളെ PR-ന് ക്ഷണിച്ചിരിക്കുന്നത്. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പ്രോഗ്രാമിന് കീഴിൽ സ്ഥിരതാമസത്തിന് ആഗ്രഹിക്കുന്നവർക്കായി 3000 ഇൻവിറ്റേഷനുകൾ അയച്ചു. 2025 ജൂൺ 26-നായിരുന്നു എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പ് നടന്നത്. ഏറ്റവും കുറഞ്ഞ കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം സ്കോർ, അതായത് CRS സ്കോർ 521 ആണ്. ടൈ ബ്രേക്കിംഗ് റൂൾ തീയതി 2024 നവംബർ 21 ആയിരുന്നു. ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സ്കോർ ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലുകൾ സമർപ്പിച്ച തീയതിയും സമയവും അടിസ്ഥാനമാക്കിയാണ് കട്ട് ഓഫ് നിശ്ചയിക്കുന്നത്. 2025 കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വിഭാഗത്തിന്റെ കീഴിൽ വരുന്ന 6ാമത്തെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടന്നത്. ഇതിനു മുന്നേ ജൂൺ 12-നായിരുന്നു നടന്നത്. അന്ന് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വിഭാഗത്തിന്റെ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിന് കീഴിൽ 3000 ക്ഷണക്കത്തുകൾ കാനഡ അയച്ചിരുന്നു. അന്ന് കട്ട് ഓഫായി നിശ്ചയിച്ചിരുന്നത് 529 എന്ന റാങ്ക് ആയിരുന്നു. 2025 ജനുവരി 23-ൽ നടന്ന കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസിനുള്ള എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിന് കീഴിൽ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള ഇൻവിറ്റേഷനുകൾ 4000 ആളുകൾക്ക് ലഭിച്ചിരുന്നു. അന്ന് കട്ട് ഓഫായി നിശ്ചയിച്ചിരുന്നത് 527 റാങ്ക് ആയിരുന്നു. 2025 15850 ക്ഷണക്കത്തുകളാണ് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പ്രവൃത്തി പരിചയമുള്ള വിദേശ തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നത്. എന്താണ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്? കാനഡയിലെ എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിന് കീഴിലുള്ള ഇമിഗ്രേഷൻ പദ്ധതികളിൽ ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്. ഈ പ്രോഗ്രാം കൂടുതലായി മുൻഗണന നൽകുന്നത് വിദഗ്ധ തൊഴിലാളികൾക്കാണ്. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലേക്ക് ഒരു വിദേശ തൊഴിലാളിക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ അവർ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് കുറഞ്ഞത് 3 വർഷമെങ്കിലും കാനഡയിൽ താമസിക്കുകയും കുറഞ്ഞത് 1 വർഷമെങ്കിലും ശമ്പളത്തോടു കൂടിയ സ്കിൽഡ് ജോലി ചെയ്യുകയും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതിന് തുല്യമായ പാർട്ട് ടൈം ജോലി ചെയ്തിരിക്കണം. വോളണ്ടിയറിങ്ങോ ശമ്പളമില്ലാത്ത ഇന്റേൺഷിപ്പുകളോ ഇതിന് യോഗ്യതയായി കണക്കാക്കുന്നില്ല. കാരണം അതിൽ നിന്നും ആളുകൾക്ക് പണം ലഭിക്കുന്നില്ല. അതുപോലെ കാനഡയിൽ അനുമതിയില്ലാതെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് യോഗ്യത നേടാൻ സാധിക്കില്ല. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിന് യോഗ്യത നേടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമുക്ക് നോക്കാം. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ കാനഡയിൽ കുറഞ്ഞത് 1 വർഷമെങ്കിലും സ്കിൽഡ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. NOC TER 0123 അല്ലെങ്കിൽ 3 എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജോലി ആയിരിക്കണം. ആ ജോലിയിൽ നിയമപരമായ വർക്ക് പെർമിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഭാഷാ പ്രാവീണ്യം, അതായത് ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായിരിക്കണം. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വഴി എങ്ങനെ PR-ന് അപേക്ഷിക്കാം? ആദ്യം നിങ്ങളുടെ എലിജിബിലിറ്റി പരിശോധിക്കുക. കാനഡ അപ്രൂവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകണം. ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. ഒരു എക്സ്പ്രസ് എൻട്രി പോർട്ടൽ സൃഷ്ടിക്കണം. അതിനായി നിങ്ങളുടെ ലാംഗ്വേജ് ടെസ്റ്റ്, വർക്ക് എക്സ്പീരിയൻസ്, വിദ്യാഭ്യാസം, പാസ്പോർട്ട് വിവരങ്ങൾ എന്നിവ നൽകണം. തുടർന്ന് ഓരോ നറുക്കെടുപ്പിലും ഓരോ സ്കോർ ലഭിക്കും. CRS സ്കോർ അടിസ്ഥാനമാക്കി ക്ഷണം ലഭിച്ചാൽ നിങ്ങൾക്ക് PR-ന് അപേക്ഷിക്കാം. ഇൻവിറ്റേഷനുകൾ ലഭിച്ചാൽ 60 ദിവസത്തിനുള്ളിൽ എല്ലാ ഡോക്യുമെന്റുകളും സഹിതം PR-ന് അപേക്ഷ സമർപ്പിക്കണം. ജോലി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പണത്തുക വിവരങ്ങൾ, പോലീസ് ക്ലിയറൻസ്, മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയവ നിർബന്ധമായും സമർപ്പിക്കണം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.